ദേശീയ ഗെയിംസിന് തിരിതെളിയാൻ ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും എല്ലാ അർത്ഥത്തിലും ദേശീയ കായിക മാമാങ്കത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ആതിഥേയരായ കേരളം എന്നുള്ളതാണ് വസ്തുതാ. വിവാദങ്ങൾക്ക് ഒക്കെ വിട നൽകി എന്തായാലും വലിയ ഒരു സംഘത്തെ തന്നെ ഇത്തവണ കേരളം മത്സരിപ്പിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും അത് വിദൂര സ്വപ്നമാണ്. എങ്കിൽ പോലും മുൻ വർഷങ്ങളിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കൃത്യമായ സംഘത്തെ തന്നെ ഇത്തവണ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ റാഞ്ചി ഗെയിംസിൽ നിന്ന് ജാർഖണ്ഡ് ആതിഥേയത്വം വഹിച്ച ഗെയിംസിൽ 7ാം സ്ഥാനത്തായിരുന്നു കേരളം എന്നുള്ളത് വസ്തുതയായിരുന്നു. 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന വ്യക്തമായ ലക്ഷ്യം കൂടി ഇത്തവണ കേരളത്തിന് ഉണ്ട്. ന്യൂസ് റൂമിൽ നിന്ന് സുദേശ് കൂടി ചേരുന്നു. സുദേശ്, എങ്ങനെയാണ് കേരളത്തിൻ്റെ സാധ്യതകൾ ഇത്തവണ വിലയിരുത്തുക? നേരത്തെ കേരളം 1987 നമ്മുടെ നാട്ടിൽ തന്നെ സ്വന്തം ആതിഥേയത്വം വഹിച്ച സമയത്താണ് കേരളം ചാമ്പ്യന്മാരായിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ഈ കിരീടം നേടാൻ, ദേശീയ ഗെയിംസ് കിരീടം നേടാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ദേശീയ ഗെയിംസിലെ മത്സര ഇനങ്ങൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിനി ഒളിമ്പിക്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒളിമ്പിക്സിലും മറ്റുമുള്ള കായിക ഇനങ്ങൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത കായിക ഇനങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേളയാണ്. ആ രീതിയിലാണ് ദേശീയ കായികമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഷൂട്ടിംഗ്, അമ്പെയ്ത്ത് പോലുള്ള, നീന്തൽ പോലുള്ള ഇനങ്ങളിൽ, ജിംനാസ്റ്റിക്സ് പോലുള്ള ഇനങ്ങളിൽ കൂടുതൽ മെഡലുകൾ, നമ്മൾക്കറിയാം ഒളിമ്പിക്സിലും മറ്റും കൂടുതൽ മെഡലുകൾ ഇത്തരം ഇനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ് പോലുള്ള മത്സര ഇനങ്ങൾ. അപ്പോൾ അതേ മത്സര ഇനങ്ങൾ തന്നെ നമ്മുടെ ദേശീയ ഗെയിംസിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ നമുക്ക് അങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു ഒന്നാമതെത്താനുള്ള സാധ്യത എന്നുള്ളത് അല്പം വിദൂരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സാധ്യത കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കേരളത്തിന് സാധ്യതയുള്ളത് പ്രധാനമായും അത്ലറ്റിക്സിലെ ഒരു ആധിപത്യമാണ് കേരളത്തിൻ്റെ മുഖമുദ്ര. പിന്നെ ഗോഗോയും വാട്ടർ പോളോയും പോലുള്ള ഒറ്റപ്പെട്ട ചില ഇനങ്ങളിലും കേരളത്തിന് ആധിപത്യം, വോളിബോളിലും ഫുട്ബോളിലും സ്വർണ്ണം നേടാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ഇനങ്ങളിലല്ലാതെ കൂടുതൽ മെഡലുള്ള ഇനങ്ങളിൽ കേരളത്തിന് ഒരു ആധിപത്യമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറെ പ്രയാസം. ആ 1ാം സ്ഥാനം എന്നാലും കിരീടം നേടുക എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയായിരിക്കും. നേരെ മറിച്ച് ആദ്യ 3 സ്ഥാനങ്ങളിലൊന്ന് എത്തുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും കേരളത്തിൻ്റെ ഒരു സാധ്യത എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ നാട്ടിൽ നടക്കുന്ന ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഇത്തവണ ഒരു പ്രത്യേകത, കേരളം മുഴുവൻ ഇനങ്ങളിലും, ഈ ദേശീയ ഗെയിംസിലെ മുഴുവൻ ഇനങ്ങളിലും കേരളം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായാണ് കേരളം ആ രീതിയിൽ മുഴുവൻ ഇനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു ടീമിനെ ദേശീയ ഗെയിംസിനായി ഇറക്കുന്നത്. ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന ആധിപത്യവും കാലാവസ്ഥയും മറ്റും കായിക താരങ്ങൾക്കുള്ള ഒരു പരിചയവും സ്വന്തം സാഹചര്യമുള്ള പരിചയവും മറ്റും മുതലെടുത്ത് കൂടുതൽ ഇനങ്ങളിൽ കേരളത്തിന് സാധ്യതയുണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ സ്വർണ്ണത്തിന് സാധ്യതയുണ്ടാകും. ഇവിടെ സർവീസസ് പോലുള്ള ടീമുകൾ നമുക്കറിയാം. ഇത്തരം ഇനങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ മെഡലുകളുള്ള ഷൂട്ടിംഗ് പോലുള്ള ഇനങ്ങളിൽ അവർക്ക് വലിയൊരു ആധിപത്യം തന്നെയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച താരങ്ങൾ അവർക്കൊപ്പമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ തന്നെയാണ് ഈ ടൂർണമെൻറ്റിലെ 1ാം സ്ഥാനത്തെത്താൻ കൂടുതൽ സാധ്യതയുള്ളവർ. എങ്കിൽ പോലും കേരളത്തിന് ആദ്യ 3 സ്ഥാനമെന്നത് മണിപ്പൂരും ഹരിയാനയും പോലുള്ള സംസ്ഥാനങ്ങളുമായി കടുത്ത മത്സരം തന്നെ വേണ്ടിവരും. എങ്കിൽ പോലും ആദ്യ 3 സ്ഥാനത്ത് എത്തുക എന്നുള്ളത് സാധ്യമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും വളരെ പ്രതീക്ഷകളാണ് ഇത്തവണ നമ്മൾ വെച്ച് പുലർത്തുന്നത് എന്നുള്ളതും വസ്തുതയാണ്. സുദേശ് സൂചിപ്പിച്ച പോലെ സ്വന്തം നാട്ടിൽ നടക്കുന്ന 35ാമത് ദേശീയ ഗെയിംസിൽ കരിയറിലെ മികച്ച നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രീജ ശ്രീധരൻ. കേരളത്തിൻ്റേത് മികച്ച ടീമാണെന്ന് പ്രീജ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഈ ഗെയിംസോടെ പ്രീജ കായിക ലോകത്തു നിന്നും വിട പറയുകയാണ്. ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ സ്വന്തം നാട്ടിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നതിന്റെ ആവേശത്തിലാണ്. കരിയറിലെ മികച്ച നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും പ്രീജ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പിന്നെ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് മെഡൽ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ 5,000, 10,000 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നല്ല കോമ്പറ്റീഷനുണ്ട്. ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കേരളത്തിൻ്റേത് മികച്ച ടീമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദേശീയ ഗെയിംസിനേക്കാളും കേരളത്തിന് നില മെച്ചപ്പെടുത്താനാകുമെന്നും പ്രീജ പറയുന്നു. 35ാമത് ദേശീയ ഗെയിംസിൽ കേരള ടീമിനെ നയിക്കാൻ ലഭിച്ച അവസരത്തിലും ഏറെ സന്തുഷ്ടയാണ് പ്രീജ. ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞാനിപ്പോൾ ഈ വർഷം നാഷണൽ ഗെയിംസിലെ സ്പോർട്സ് നിർത്താൻ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്വന്തം നാട്ടിൽ നടക്കുന്ന ദേശീയ ഗെയിംസോടെ കായിക ലോകത്ത് നിന്നും വിരമിക്കുകയാണ് പ്രീജ ശ്രീധരൻ. ഷീജ, തിരുവനന്തപുരം. പ്രീജ ശ്രീധരനൊക്കെ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു മാന്യമായ വിരമിക്കൽ ഈ ഗെയിംസോടുകൂടി
കേരളത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് പ്രീജ ഉറച്ചു വിശ്വസിക്കുന്നു. സുദേശ്, ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ റാഞ്ചി ഗെയിംസിന് 800 പേരടങ്ങുന്ന ഒരു വലിയ സംഘത്തെയാണ് കേരളം വിട്ടത്. പക്ഷേ 7ാം സ്ഥാനത്തേക്കായിരുന്നു കേരളം പോവുകയും ചെയ്തിരുന്നത്. ഈ സൂചിപ്പിച്ച പോലെ പട്ടാള ടീമിനെ, സർവീസസിനെയൊക്കെ മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 7ാം സ്ഥാനത്ത് നിന്ന് ഇത്തവണ ഈ 3ാം സ്ഥാനത്തേക്കുള്ളൊരു മാറ്റം അത് ഏറെക്കുറെ എങ്ങനെയാവാം പ്രതീക്ഷിക്കപ്പെടുക, കുറച്ചുകൂടി സാധ്യതകൾ കൽപ്പിക്കുമ്പോൾ? ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ ടീം ഏറെക്കുറെ നമുക്ക് ഈ നമ്മൾ സ്കൂൾ മീറ്റിലും മറ്റുമുള്ള നമ്മുടെ പ്രകടനം വിലയിരുത്തലിൽ തന്നെ നമുക്കറിയാം അത്ലറ്റിക്സ് ഇനങ്ങളിലും നമുക്കുള്ള ആ ഒരു ആധിപത്യം നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അത്ലറ്റിക്സ് തന്നെയാണ് ഇത്തവണയും നമ്മുടെ ശക്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ സൂപ്പർ താരങ്ങളൊന്നുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ, അത് മറച്ചു വയ്ക്കുന്നില്ല. ഒരു വളരെ അത്തരത്തിലുള്ള താരങ്ങളുടെ കുറവ് തീർച്ചയായും അനുഭവപ്പെടുന്നുണ്ട്. പ്രിജ ശ്രീധരനെ പോലുള്ള താരങ്ങൾ അവരുടെ നല്ല നാളുകൾ പിന്നിട്ടവരാണ്. എന്നിട്ടും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങൾ തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രജുഷയെ പോലുള്ളവർ നമുക്കുണ്ട്, ഒ പി ജയ്ഷയെ പോലുള്ള മികച്ച താരങ്ങൾ നമുക്കുണ്ട്. അപ്പം ജോസഫ് ഹെബ്രാഹിനെ പോലുള്ള പുരുഷ താരങ്ങളും അത്ലറ്റിക്സിൽ നമുക്കുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന മെഡലുകളായിരിക്കും കേരളത്തിൻ്റെ, അല്ലെങ്കിൽ അത്ലറ്റിക്സിലെ മെഡലുകൾ തന്നെയായിരിക്കും കേരളത്തിൻ്റെ സാധ്യതകൾ നിർണ്ണയിക്കുക. അതിൽ കേരളം എത്രത്തോളം ആധിപത്യം പുലർത്തുന്നു എന്നുള്ളത് തന്നെയായിരിക്കണം കേരളത്തിൻ്റെ സാധ്യത. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ പോളോയിൽ കഴിഞ്ഞ തവണ കേരളം 2 ഇനങ്ങളിലും മെഡൽ നേടിയിരുന്നു. ഖോഖോയിൽ സ്വർണവും വെള്ളിയും നേടിയിരുന്നു. ഇത്തരം ഇനങ്ങളിൽ ഒറ്റപ്പെട്ട ഇപ്പോൾ കയാക്കിംഗ്, കനോയിങ് പോലുള്ള ഇനങ്ങളിൽ നമ്മുടെ സർവീസസിലും അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനം മറ്റു പുറമേ സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്മുടെ താരങ്ങളെ നമുക്ക് മത്സരിക്കാൻ ലഭിച്ചിട്ടുണ്ട്. വോളിബോളും ഫുട്ബോളും പോലുള്ള ഇനങ്ങളിൽ ഏറ്റവും മികച്ച ടീം തന്നെയാണ്. ഫുട്ബോളിൽ സന്തോഷ് ട്രോഫിയുടെ ക്വാളിഫയിങ് ഘട്ടങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം, കർണാടകയും മറ്റും വലിയ മാർജിനിൽ തോൽപ്പിച്ച മികച്ച ടീം തന്നെയാണ് നമുക്കുള്ളത്. വോളിബോളിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ തന്നെ നമുക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. റെയിൽവേക്കും വേണ്ടി മറ്റും കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളാണ് നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ളത് അവരുടെ സാധ്യത സ്വർണം തന്നെയാണ് അവർക്ക് ലഭിക്കാൻ സാധ്യത എന്ന് ഉറപ്പുവരുത്തുന്ന ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ബാഡ്മിൻ്റണിൽ ONGCയുടെ മറ്റ് താരങ്ങളായ HS പ്രണോയിയെയും അപർണ ബാലിനെയും PC തുളസിയെയും പോലുള്ള ഇന്ത്യയുടെ നമ്പർ 1 താരങ്ങൾ തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങുന്നു. സൈന നെഹ്വാളിനെ പോലുള്ള താരമില്ല എന്നുള്ളത് കൂടി നമ്മുടെ താരങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം ഇനങ്ങളിലൂടെ അത്ലറ്റിക്സിൽ നിന്നും 25-നും 30-നും ഇടയിൽ മെഡൽ നേടുകയും ഒപ്പം തന്നെ ഇത്തരം ഇനങ്ങളിൽ നിന്നും ഒരു 20 അതുപോലെ തന്നെ 20-25 മെഡലുകൾ നേടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിന് ഒരു 3ാം സ്ഥാനത്തിന് അകത്തെത്തുക. സർവീസസിൻ്റെ ഒരു ആധിപത്യം ശരിവെക്കുന്നു, യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റു ടീമുകൾക്ക് മണിപ്പൂരും ഹരിയാനയും ഒപ്പം തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള ടീമുകൾ ചില പ്രത്യേക ഇനങ്ങളിൽ, മഹാരാഷ്ട്രയാണെങ്കിൽ നീന്തലിൽ, ഒപ്പം തന്നെ ഹരിയാനയാണെങ്കിൽ ബോക്സിംഗ്, ഗുസ്തി പോലുള്ള ഇനങ്ങളിൽ, മണിപ്പൂർ അതുപോലെ അവർക്ക് നമുക്കറിയാം ഈ നോർത്ത് ഈസ്റ്റ് താരങ്ങൾക്ക് താല്പര്യമുള്ള ഇനങ്ങളിൽ അവരും മുന്നിലാണെന്ന് കാണാം. അതൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെ കേരളത്തിന് ഇങ്ങനെ ഒറ്റപ്പെട്ട ചില മേഖലകളിൽ നിന്നുള്ള സ്വർണം ഉറപ്പാവുകയും അത്ലറ്റിക്സിൽ നല്ല ആധിപത്യം പുലർത്തുകയും ചെയ്താൽ തീർച്ചയായും കേരളത്തിന് ആദ്യം 3 സ്ഥാനങ്ങളിലൊന്ന് എത്തിപ്പിടിക്കുക എന്നുള്ളത് വലിയ അത്ര വലിയ കാര്യമായിരിക്കില്ല. തീർച്ചയായും എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ കേരളം ട്രാക്കിലും ഫീൽഡിലും ഒക്കെ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് കൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യ ഒന്നാകെ, കേരളം ഒന്നാകെ. ആ അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഒരുപക്ഷെ ബെയ്ജിങ്ങിലെ പക്ഷിക്കൂട്ടിലേതുപോലെ അത്തരത്തിൽ സമാനമായ ഒരു വർണ്ണ വിസ്മയമാകും ഇന്ന് ഗ്രീൻഫീൽഡിൽ വൈകിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്.